MJSSയുടെ സൺഡേ സ്കൂൾ +2 ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2ന്റെ ഒന്നാം പാഠമായ സുവിശേഷങ്ങൾ ഒരു പഠനം എന്നതാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 4 സുവിശേഷങ്ങളിലായി 89 അധ്യായങ്ങളാണുള്ളത്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ 28 അധ്യായവും മർക്കോസ് ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ 16 അധ്യായവും 24 അധ്യായം ലൂക്കോസിന്റെ സുവിശേഷത്തിലും 21 അധ്യായം യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിലുമുണ്ട്. അങ്ങനെ 89 അധ്യായങ്ങളുള്ള ഈ 4 സുവിശേഷങ്ങളുടെ ആശയം, ശൈലി, ഭാഷ, ഘടന എന്നിവ പഠിക്കുകയാണല്ലോ ഈ പാഠഭാഗത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി സുവിശേഷം പഠിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും സുവിശേഷങ്ങളുടെ ഒരു പൊതുവായ ധാരണ, അടിസ്ഥാനം, സമവീക്ഷണ സുവിശേഷങ്ങളുടെ ഒരു രചനാ ശൈലി, അതോടൊപ്പം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷവുമാണ് നാം പഠിച്ചത്. ഇന്ന് ഈ പാഠഭാഗത്തിന്റെ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മറ്റു 3 സുവിശേഷങ്ങളെക്കുറിച്ചും ഓരോ സുവിശേഷങ്ങളുടെ വിവിധങ്ങളായ വിഭജനങ്ങളെക്കുറിച്ചുമാണ്. ക്ലാസ് നമുക്കായി എടുക്കുന്നത് 50 വർഷത്തോളമായി സൺഡേ സ്കൂൾ അധ്യാപന രംഗത്തുള്ള പറമ്പുകര സെന്റ് മേരീസ് സൺഡേ സ്കൂൾ അധ്യാപകനായ ഷെവലിയാർ തോമസ് എബ്രഹാം സാറാണ്. സാറിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. Welcome back to the last leg, the third leg of our study. സുവിശേഷങ്ങളെ കുറിച്ചുള്ള പഠനത്തിന്റെ 3ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ നമ്മള് സുവിശേഷങ്ങളിലെ 4 സുവിശേഷങ്ങളുണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ സുവിശേഷം ഏതാന്ന് പറഞ്ഞാൽ മത്തായി ശ്ലീഹയാണ്. അത് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഇനി അടുത്ത് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് മർക്കോസിന്റെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് എഴുതപ്പെട്ട ഏത് കാലഘട്ടത്തിലാണ് പറഞ്ഞത്? ബിറ്റ്വീൻ 70 and 80 AD. AD 70-80 പീരീഡിലായിട്ടാണ് അത് എഴുതപ്പെട്ടത്. ഇനി മർക്കോസ് ശ്ലീഹയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. മർക്കോസ് ശ്ലീഹയുടെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു. മർക്കോസ് ശ്ലീഹയുടെ സുവിശേഷം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻറ്റയർലി ടാർഗറ്റ് ടു യെരുശലേം ജൂസ്. യെരുശലേമിലെ യഹൂദന്മാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് മർക്കോസ് ശ്ലീഹ ലേഖനം എഴുതിയത്. അന്ന് AD 65-നും 70-നും ഇടയ്ക്കായിട്ടാണ് ആ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത്. AD 65-നും 70-നും ഇടയ്ക്കായിട്ടാണ് മർക്കോസ് ശ്ലീഹയുടെ ലേഖനം എഴുതപ്പെട്ടത്. അതാണ് ഏറ്റവും ചെറിയ സുവിശേഷം എന്ന് പറയുന്നത്. നമുക്ക് 4 സുവിശേഷങ്ങളിലെ ഏറ്റവും ചെറിയ സുവിശേഷം എന്ന് പറയുന്നത് 16 അധ്യായങ്ങൾ മാത്രമുള്ള മർക്കോസ് ശ്ലീഹയുടെ സുവിശേഷമാണ്. എന്നാൽ ഈ സുവിശേഷത്തെ റെഫർ ചെയ്തുകൊണ്ടാണ് മത്തായി ശ്ലീഹയും ലൂക്കോസ് ശ്ലീഹയും അവരുടെ ലേഖനങ്ങൾ കുറച്ചൊക്കെ റെഫർ ചെയ്തുകൊണ്ടാണ് എഴുതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതുപോലെ തന്നെ ഈ ലേഖനത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു കൂടുതലായിട്ട്, നീറോ ചക്രവർത്തി. ആ നീറോ ചക്രവർത്തിയുടെ കാലത്ത് റോമ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടതാണ് ഈ ലേഖനം. അപ്പം ആദ്യമായി എഴുതപ്പെട്ടതാണ്, ഏറ്റവും ചെറിയ സുവിശേഷമാണ്, ടാർഗറ്റഡ് ഓഡിയൻസ് ജ്യൂസ് ആണ്. അവര് നീറോ ചക്രവർത്തിയുടെ പീഡനങ്ങളുടെ സമയത്ത് അവരെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ഇതാണ് 16 ചാപ്റ്റർ മാത്രമേ ഈ സുവിശേഷത്തിന് ഉള്ളൂ. വളരെ ക്രിസ്പായിട്ട് കാര്യമാത്ര പ്രസക്തമായ ഒരു ലേഖനമാണ്, സുവിശേഷങ്ങളാണ് ഈ മർക്കോസ് ശ്ലീഹയുടെ സുവിശേഷം. അപ്പം നമ്മൾ മത്തായി ശ്ലീഹയുടെ സുവിശേഷം കണ്ടു, മർക്കോസ് ശ്ലീഹയുടെ സുവിശേഷം കണ്ടു. ഇനി അടുത്ത് നമ്മൾ ലൂക്കോസ് ശ്ലീഹയുടെ സുവിശേഷത്തിലേക്ക് പോവുകയാണ്. ലൂക്കോസ് ശ്ലീഹ ആരായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ചിത്രകാരനാണ്, ഒരു വൈദ്യനാണ്, അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹയുടെ ഒരു സന്തത സഹചാരിയും കൂടിയായിരുന്നു. അപ്പൊ പൗലോസ് ശ്ലീഹയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിരുന്നു. പൗലോസ് ശ്ലീഹയെ അപ്പോസ്തലനായി ഏത് അപ്പോസ്തലനായിട്ടാണ് പറയുന്നത്? ജാതികളുടെ അപ്പോസ്തലൻ. അപ്പൊ പൗലോസ് ശ്ലീഹയുടെ കൂട്ടത്തില് ജാതികളോട് സുവിശേഷം അറിയിക്കാൻ പോയപ്പോൾ ഈ ലൂക്കോസ് ശ്ലീഹയെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ലേഖനത്തെ അപ്പൊ ജാതികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ജെന്റൈൽസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ആ ലേഖനം. അതുകൊണ്ട് അതിന് വേറൊരു പേര് പറയും, എന്താ? ദരിദ്രരുടെ സുവിശേഷം.
അങ്ങനെയാണ് ജാതികളെ കണക്കാക്കിയത്. അതുകൊണ്ടാണ് ദരിദ്രരുടെ സുവിശേഷം എന്ന് അറിയപ്പെടുന്നത്. അപ്പം ലൂക്കോസ് ശ്ലീഹായുടെ ലേഖനം എന്ന് പറയുമ്പോൾ AD 80 ശേഷം എഴുതപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത്. AD 80 ശേഷം. അതിനകത്ത് 24 അധ്യായങ്ങളാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും ചെറുത് ഏതാണ്? മാർക്കോസ് ശ്ലീഹായുടെ ലേഖനം 16 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഇവിടെ വരുന്നു 24 ഉള്ള ലൂക്കോസിന്റെ സുവിശേഷം. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നോട്ട് ഓൺലി ടു ജ്യൂസിനെ അതിനകത്ത് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല. കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ജെന്റൈൽസിനെയാണ്, അല്ലെ പുറജാതികളെ, വിജാതികളെയാണ് ടാർഗറ്റ് ചെയ്തത്. അതുകൊണ്ട് യേശുക്രിസ്തു മൂലമുള്ള രക്ഷ ഈ യഹൂദന്മാർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ആ രക്ഷയുടെ സുവിശേഷത്തിൽ പങ്കാളികളാകാൻ പറ്റുമെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നതായ ഒരു ലേഖനമാണ്, ഒരു സുവിശേഷമാണ് ഈ ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം. ഇവിടെ എന്നാ ചെയ്തിരിക്കുന്നത്? പഴയ നിയമകാലത്തെ പ്രവാചകന്മാരെയും പുതിയ നിയമസഭയെയും കൂട്ടിയിണക്കുന്ന കണ്ണിയായിട്ടാണ് യേശുവിനെ അവതരിപ്പിക്കുന്നത്. പഴയ നിയമകാലത്തിന്റെ സുവിശേഷ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ജ്യൂസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയും. അവരുടെ തോറ എന്ന് പറയുന്നതായ ആ ബുക്കിന്റെ ആ ഭാഗങ്ങളാണെന്ന് പറയാം നമുക്ക് പഴയ നിയമത്തിലെ എല്ലാ ബുക്കുകളും. ഇവിടെ ക്രിസ്തു തൊട്ട് ക്രിസ്തു പുതിയ നിയമ സഭയുണ്ടായി, പഴയ സഭ മാറി പുതിയൊരു സഭയുണ്ടായി, ക്രിസ്തു ഹെഡായിട്ടുള്ളൊരു സഭയുണ്ടായി എന്ന് പറയുന്നു. അപ്പം പഴയ നിയമസഭയെയും പുതിയ നിയമസഭയെയും കൂട്ടിയിണക്കുന്ന കണ്ണിയാണ് യേശു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനിയും വേറെ ഒരു കാര്യം, ഇവിടെ കർത്താവിന്റെ ജനനത്തിന് മുമ്പ് തൊട്ടുള്ളതായ കാര്യങ്ങൾ അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. കർത്താവിന്റെ ജനനത്തിന് മുമ്പുള്ളതായ കാര്യങ്ങൾ തൊട്ടാണ് യോഹന്നാനോടുള്ള അറിയിപ്പ് തൊട്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് വളരെ കൃത്യമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. കർത്താവിന്റെ ജനനത്തിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളും ദൈവമാതാവിനോടുള്ള അറിയിപ്പും വിശുദ്ധ യോഹന്നാന്റെ ജനനവും തുടങ്ങി ഒരു വലിയ വിവരണമുള്ളതാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം. ആർക്ക് വേണ്ടി എഴുതപ്പെട്ടതെന്ന് പറഞ്ഞു? പുറജാതികൾക്ക് വേണ്ടി എഴുതപ്പെട്ടത്. ഏത് വർഷമാണ് അതിന്റെ ഉദാഹരണം? AD 80 ശേഷമായിട്ടാണ് അത് കണക്കാക്കുന്നത്. പൗലോസ് ശ്ലീഹായുടെ സഹചാരിയായിരുന്നു ലൂക്കോസ്. അദ്ദേഹത്തെ ഒരു ചരിത്രകാരൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്, ചിത്രകാരൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്, അവന്റെ ഒരു വൈദ്യൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതെല്ലാം ലൂക്കോസ് ശ്ലീഹായുടെ ആ ലേഖനം എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയുന്നത് എന്താണ്? ഈ പഴയ നിയമകാലത്തെ സഭയും പുതിയ നിയമകാലത്തെ സഭയെയും കൂട്ടിയിണക്കുന്ന കണ്ണിയാണ് യേശു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് പോകാം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. ഇപ്പൊ നമ്മൾ 3 സുവിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ 3 സുവിശേഷങ്ങളും സമവീക്ഷണ സുവിശേഷങ്ങളിൽ വരുന്നതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ മാറി നിൽക്കുന്നതായ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. എന്തുകൊണ്ടും മാറി നിൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ തിയോളജിക്കലി മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായ സുവിശേഷമാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം. അത് പറയപ്പെട്ടിരിക്കുന്നത് ദൈവശാസ്ത്രപരമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് കർത്താവിനെ കുറിച്ചുള്ളതായ മനുഷ്യരൂപം കൈക്കൊണ്ടതായ യേശുവിനെ വചനമായ ദൈവമായിട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ സെന്റൻസിൽ തന്നെ എങ്ങനെയല്ല പറയുന്നത്? വചനം ദൈവമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ആ ഒരു യേശു എന്ന് പറയുന്നത് ദൈവത്തിന്റെ മറ്റൊരു രൂപമാണ് എന്നാണ് യോഹന്നാൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയുന്നത്. ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് AD 90 110 ഇടയിലായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നത്. AD 90 110 ഇടയ്ക്ക് എഴുതപ്പെട്ടതായിട്ട് വിശ്വസിക്കുന്നു. ഇതിന് 21 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ. തിയോളജിക്കലി മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായ ലേഖനമാണ് ഇത്. ഇത് ഒരു വലിയ പ്രത്യേകത ഈ സുവിശേഷത്തിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള 3 സുവിശേഷങ്ങളിൽ കാണാത്തതായ
5 അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്നുള്ള വിധത്തിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. 5 അടയാളങ്ങൾ യേശുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ ലേഖനത്തിൽ മാത്രമാണ്. അതിലൊന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്കറിയാം, കർത്താവിന്റെ പരസ്യശുശ്രൂഷ തുടങ്ങുന്നതിനുള്ളതായ സമയത്ത് ആദ്യത്തെ അത്ഭുതം ഏതാണ്? ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുള്ളതല്ലേ? കാനായിലെ കല്യാണം. ആ കാനായിലെ കല്യാണം എന്ന് പറയുന്നത് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതാണ്. അതുപോലെ തന്നെ ഈ രാജഭൃത്യന്റെ മകന് സൗഖ്യം കൊടുക്കുന്നത് കർത്താവ് ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളില് ഒരു അത്ഭുതമാണത്. അത് ഈ ഒരു ലേഖനത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. മൂന്നാമത് വേറൊരെണ്ണമുണ്ട്. ബെഥാനിയയിലെ ഒരു പക്ഷപാത രോഗി, കുളത്തിലേക്ക് ഇറങ്ങാൻ ആളുകളില്ലാതെ എടുത്തിറങ്ങിക്കൊണ്ടുപോകാൻ ആളില്ലാതിരിക്കുന്നതായ ആ ബെഥാനിയയിലെ പക്ഷപാത രോഗി, ആ പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുന്നതായ അത്ഭുതം, അതും അടയാളമായിട്ട് പറയുമ്പോൾ ഈ ഒരു പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു അടയാളമാണ്. പിന്നെ വേറെ ഒരു അടയാളമുണ്ട്, ജന്മന അന്ധനായ ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നത്. ജന്മനാ അന്ധനായ ആ ജന്മനാ അന്ധനായ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തിയതും ഈ ഒരു ലേഖനത്തിൽ മാത്രം കാണുന്നതാണ്, അല്ലെങ്കിൽ സുവിശേഷത്തിൽ മാത്രം കാണുന്നത്. പിന്നെ വേറെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ അരുമശി ഒരു സുഹൃത്ത് എന്ന് പറയാൻ നമുക്ക് ആയിരുന്ന ലാസർ. ആ കുടുംബത്തെ കർത്താവ് ഏറ്റവും സ്നേഹിച്ചിരുന്ന കുടുംബമാണ്. മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ മരിച്ചപ്പോൾ കർത്താവ് അവിടെ ഇല്ലായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടാണ് കർത്താവ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് മരിച്ചത്. ആ ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചതായ ആ ഒരു അടയാളം, ആ ലാസറിന്റെ ഉയർപ്പിനുള്ള അടയാളവും ഈ ഒരു ലേഖനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സുവിശേഷത്തിൽ മാത്രമാണ്. അപ്പൊ 5 അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ ഈ ഒരു സുവിശേഷത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ ഒരു സുവിശേഷം വേറെ ഒരു ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ ടാർഗറ്റ് എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ജ്യൂസിനെയോ അല്ലെങ്കിൽ ജെന്റൈൽസിനെയോ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, എല്ലാ ക്രിസ്ത്യൻസിനെയോ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു പറയുന്നത് അതോറിറ്റി, യേശുവിന്റെ അതോറിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതായ കുറെ ഭാഗങ്ങൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, പഴയ നിയമകാലത്ത് ദൈവം അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ യാഹ്വേ അന്നത്തെ കാലത്ത് മനുഷ്യരോട് സംസാരിച്ചിരുന്നു, മോശയോട് സംസാരിച്ചിരുന്നു. ഞാൻ നേരത്തെ അതൊന്ന് പറഞ്ഞതാണ്. അപ്പം അബ്രഹാമിനോട് സംസാരിച്ചിരുന്നു, മോശയോട് സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മോശയോട് പറഞ്ഞ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ഓർക്കുക. മോശയോട് പറഞ്ഞ നീ ഫറവോന്റെ അടുക്ക പോയി ചെന്ന് ഇവരെ ജനങ്ങളെ എല്ലാവരെയും വിടാൻ പറയാൻ പറഞ്ഞു. അപ്പം ജനങ്ങളും ഇതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫറവോൻ പോയിട്ട് നമ്മുടെ ഇസ്രായേൽക്കാർ പോലും വിശ്വസിക്കത്തില്ല എന്ന് മോശ പറയുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് ഈ യഹോവ തന്നെ കുറിച്ച് തന്നെ പറയുന്നത്. അത് അതോറിറ്റിയാണ്. ഞാൻ അയാം ഹു അയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് യഹോവ അവിടെ മോശയോട് പറഞ്ഞത്. ഈ സെയിം പാറ്റേണിലാണ് 7 സ്ഥലത്തും യേശു പറയുന്നുണ്ട്. യേശു അതിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഞാൻ ഡാഷാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അങ്ങനെ ഒരു 7 ഭാഗങ്ങളുണ്ട്. 6 ഈ സുവിശേഷം 6:35, 8:12, 10:9, 10:11, 11:25, 14:6, 15:1. ഇതിനകത്തെല്ലാം യേശു അതോറിറ്റിയോടുകൂടി പറയുന്നത് ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പറയുന്നത്. അത് യഹോവ പണ്ട് പറഞ്ഞതുപോലെ ഞാനാകുന്നു, അയാം ഹു അയാം എന്ന് പറഞ്ഞതുമായ ആ അതോറിറ്റിയോടുകൂടി മോശയോട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ
ഈ സുവിശേഷത്തിൽ യേശുവിനെ അവതരിപ്പിക്കുന്നത്. പിന്നെ ഇതെന്തുവാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ദൈവപുത്രനായ യേശു, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. യേശുവിനെ ദൈവപുത്രനായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവപുത്രനായ മശിഹായും യേശു ക്രിസ്തുവിനുള്ളതായ ഈ വിശ്വാസത്തെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ആണ് ഈ സുവിശേഷത്തിന്റെ ആത്യന്തികമായിട്ടുള്ളതായ ലക്ഷ്യം. അപ്പൊ നമ്മൾ 4 സുവിശേഷത്തെ കുറിച്ചും ഏതാണ്ടൊരു ഔട്ട്ലൈൻ മാത്രമാണ് നമ്മളിപ്പം പറഞ്ഞു നിർത്തുന്നത്. അതിനുള്ളതായ ഒരു അവസരം മാത്രമേ നമുക്ക് ഈ സുവിശേഷം കൂടുതലായിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് വീണ്ടും അത് പുസ്തകങ്ങൾ പലതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എടുത്ത് വേണം പഠിക്കാം. ഇപ്പം നമ്മൾ 12ാം ക്ലാസ്സിൽ നമുക്ക് ആദ്യന്തമായിട്ട് പഠിക്കാനുള്ളത് ഈ 4 സുവിശേഷങ്ങളും സമവീക്ഷണ സുവിശേഷങ്ങളേത് മത്തായി, മർക്കോസ്, ലൂക്കോസ്. മറ്റേ യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് ഒരു തിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ സുവിശേഷം. ഇത് 4 കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പ്രായോഗികമായ ചില പരിശീലനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാം, നമുക്കുള്ള പലവരും ബൈബിളിലെ അല്ല ഇപ്പൊ നമ്മളിപ്പോ കൂടുതലായിട്ടും സുവിശേഷങ്ങൾ മാത്രമാണ് നോക്കുന്നത്. അപ്പൊ സുവിശേഷത്തിലെ ഒരു വാക്യം കേട്ടുവരുന്നത് അത് ഏത് സുവിശേഷത്തിലാണ് എന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ബൈബിള് എപ്പോഴും നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നിർബന്ധമൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, മൊബൈലിൽ വരെ ബൈബിളിലെ നമുക്ക് ആപ്പുണ്ട്, ബൈബിളിന്റെ ആപ്പുണ്ട്. അപ്പം ബൈബിള് കംപ്ലീറ്റ് എപ്പോഴും കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ അത് മനപാഠമാക്കേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ ഒരു വാക്യം കേട്ടാൽ അത് ഏത് സുവിശേഷത്തിലാണെന്നുള്ളത്, സുവിശേഷത്തിന്റെ കാര്യം മാത്രം നോക്കുക, ഏത് സുവിശേഷത്തിലുള്ളതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ളതായ ഒരു അവഗാഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. അതിന് 2-3 വഴിയുണ്ട്. ഇപ്പൊ ഒരു ചെറിയൊരു സെന്റൻസ് ഒരു എക്സാമ്പിൾ പറയുക. ശാബത്ത് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, അല്ലാതെ മനുഷ്യൻ ശാബത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നുള്ളതായ ഒരു വേർഡ്. ആ വേർഡ്സ് കേൾക്കുമ്പോൾ നമ്മളത് എങ്ങനെ ഏത് പുസ്തകത്തിലുള്ളതാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക എന്ന് വിചാരിച്ചു. ഈ വേർഡ്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആര് പറഞ്ഞതാണ്, കർത്താവ് പറഞ്ഞിരിക്കുന്നത് അറിയാം. അപ്പൊ 4 സുവിശേഷത്തില് ഇത് എവിടെയെങ്കിലും ഉള്ളതാണെന്ന് അറിയാം. 4 സുവിശേഷത്തില് എവിടെ വരാം? ആ വേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ശാബത്തിനെ കുറിച്ചാണ് പറയുന്നത്. ശാബത്ത് ആരുടെ ലോയാണ്? യഹൂദന്മാരുടെ ലോയാണ്. അപ്പൊ യഹൂദന്മാരെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതായ ലേഖനത്തിലായിരുന്നു. യഹൂദന്മാരെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ലേഖനം 2 ഉണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞത്? മത്തായി ശ്ലീഹായുടെ ലേഖനമുണ്ട്, മാർക്കോസ് ശ്ലീഹായുടെ ലേഖനമുണ്ട്. അപ്പം മത്തായി ശ്ലീഹായിലും മാർക്കോസ് ശ്ലീഹായുടെയും ലേഖനങ്ങളിൽ തപ്പിയാൽ നമുക്ക് ഈ ഒരു സെന്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഒന്നുകൂടെ നമ്മൾ നോക്കുക. ഇത് ഈ യേശുവിന്റെ ഒരു വചനമാണ്. ശാബത്തിനെ കുറിച്ചുള്ള ഒരു ഇതായതുകൊണ്ട് യഹൂദന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. യഹൂദ നിയമത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇത് പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് നടന്നിരിക്കുന്ന ഒരു സംഭവമാണെന്ന് നമുക്കറിയാം. ആ സമയത്ത് എന്തുകൊണ്ട് പറഞ്ഞതിന്റെ ആ വായിക്കോട് നമുക്ക് നോക്കാം. യേശുവും ശിഷ്യന്മാരും കൂടെ വിളഞ്ഞു കിട്ടുന്ന വയലിക്കൂടെ സഞ്ചരിക്കുമ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു? ആ കതിര് ഊരി വാരിച്ചു. അപ്പം കൂടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാരൊക്കെ പറഞ്ഞു, അവര് ശാപത്ത് തെറ്റിക്കുന്നു, അവര് ശാപത്ത് ആയപ്പോൾ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് ഈ യഹൂദ നിയമമായിട്ട് അവർ വ്യാഖ്യാനിച്ചത്. അപ്പം യേശു അവരോടൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? ദാവീദും ഭൃത്യന്മാരും കൂടെ ഈ യെരൂശലേം ദേവാലയത്തിലെ അപ്പം ഭക്ഷിച്ച കാര്യത്തെ കുറിച്ച് പറഞ്ഞവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം ശിഷ്യന്മാര് ചെയ്തത് ശരിയായിട്ടുള്ള കാര്യം അല്ല എന്ന് പരീക്ഷന്മാർ പറയുമ്പോൾ അത് ഖണ്ഡിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞ വാചകമാണ്, ശാബത്ത് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, അല്ലാതെ മനുഷ്യൻ ശാബത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. അപ്പൊ നമ്മൾക്ക് 2 ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പരസ്യങ്ങളുടെ ഭാഗങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലാവുന്നുണ്ടെങ്കിൽ 5 തൊട്ട്
20 വരെയുള്ള അധ്യായങ്ങളിൽ പരസ്പര ഭാഗങ്ങൾ കാണുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിലാണെങ്കിൽ 2-ാം അധ്യായം തൊട്ട് 7-ാം അധ്യായം വരെ കാണുന്നു. അപ്പൊ രണ്ടിനകത്ത് ഏത് രീതിയിൽ പറഞ്ഞാലും അപ്പൊ നമുക്ക് ഏറ്റവും ചെറുത് തൊട്ട് കൊടുക്കാം. ഏറ്റവും ചെറിയ സുവിശേഷം ഏതാണെന്നാ പറഞ്ഞത്? മത്തായിയുടെയാണോ മർക്കോസിന്റെയാണോ? മർക്കോസിന്റെ സുവിശേഷമാണ് ഏറ്റവും ചെറിയ സുവിശേഷം. അപ്പൊ നമുക്ക് അത് തൊട്ട് കൊടുക്കാം. അതിന്റെ 2-ാമത്തെ അധ്യായം നമ്മൾ തൊട്ട് തുടങ്ങി നോക്കുക. അത് തപ്പി വരുമ്പോഴത്തേക്ക് നമുക്ക് 2:27 ഈ വാചകം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊരു ചെറിയൊരു ഉദാഹരണം മാത്രമല്ല. ഇത് എപ്പോഴും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എങ്കിലും ഒരു ചെറിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഇത് ആളുകൾ കണ്ടുപിടിക്കും. ഇത് കാര്യമായി ലളിതമായിട്ടൊരു ഉദാഹരണം മാത്രമേ. ഇനി നമുക്ക് വേറെ ചില ബൈഫർക്കേഷൻസ് നമുക്ക് നോക്കാം. എങ്ങനെ ഒരു പുസ്തകത്തിന്റെ ഭാഗങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കിയാൽ ആദ്യത്തെ മത്തായിയുടെ സുവിശേഷം നോക്കുക. അതിനകത്ത് 5 ഭാഗങ്ങളായിട്ട് നമുക്ക് അതിനെ തിരിക്കാം. ഈ 5 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് യേശു ക്രിസ്തു ആരെന്നും ജനനവും ഒക്കെയാണ് 1-ാമത്തെ അധ്യായത്തിൽ തൊട്ട് 2-ാമത്തെ അധ്യായത്തിന്റെ 23 വരെയുള്ള ഭാഗങ്ങൾ കാണുന്നു. 2-ാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ഭാഗം. അത് 3-ാമത്തെ അധ്യായം തൊട്ട് 10-ാമത്തെ അധ്യായം വരെയുള്ളതായ ഭാഗങ്ങളിൽ അതൊരു 4 ഐറ്റംസ് ആയിട്ട് നമുക്ക് തിരിക്കാം. ശുശ്രൂഷയുടെ ആരംഭമുണ്ട് 3-ാമത്തെ അധ്യായത്തിൽ തൊട്ട് 4-ാമത്തെ അധ്യായം വരെ. ഗിരിപ്രഭാഷണം മുമ്പ് നമ്മൾ പറഞ്ഞത് 5-ാമത്തെ അധ്യായം തൊട്ട് 7-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗമാണ്. പിന്നെ അത്ഭുത പ്രവർത്തികൾ 8-ാമത്തെ അധ്യായം തൊട്ട് 9-ാമത്തെ അധ്യായത്തിൽ വരെയുള്ള ഭാഗങ്ങൾ. പിന്നെ ദൗത്യത്തിന്റെ പ്രഖ്യാപനമാണ്, യേശുവിന്റെ ദൗത്യത്തിന്റെ പ്രഖ്യാപനം 10-ാമത്തെ അധ്യായത്തിലുള്ളതാണ്. ഇനി അതുപോലെ തന്നെ വേറെ ഒരു 3-ാമത്തെ ഒരു ഭാഗം പറയുന്നത് ഗലീലായിലെ പ്രവർത്തനം. 11-ാമത്തെ അധ്യായം തൊട്ട് 18-ാമത്തെ അധ്യായം വരെ ഗലീലയിലെ പ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ യഹൂദ്യയിലെയും യെരുശലേമിലെ പ്രവർത്തനത്തെ കുറിച്ചാണ് 19 തൊട്ട് 25 വരെയുള്ളതായ അധ്യായങ്ങളിൽ പറയുന്നത്. പിന്നെ കഷ്ടാനുഭവവും മരണവും പുനരുദ്ധാനവും ഒക്കെയാണ് 26 തൊട്ട് 28 വരെയുള്ളതായ ആ ഭാഗങ്ങളിൽ പറയുന്നത്. അപ്പൊ മത്തായിയുടെ സുവിശേഷത്തെ നമ്മൾ പല ഭാഗത്ത് തിരിച്ചു കഴിഞ്ഞാൽ ഒരു 5 ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്ത് അത്രയും നമ്മൾ ഒന്ന് മനപ്പാടം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് നമുക്ക് ഏത് ഭാഗത്തിൽ നിന്നാണ് ഈ സെന്റൻസ് കേൾക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മർക്കോസിന്റെ ഭാഗം നോക്കി ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഒരു 5 ഭാഗമായിട്ട് തിരിക്കാം. 1-ാമത്തേത് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാര്യം. 1-ാമത്തെ അധ്യായത്തിന്റെ 1 തൊട്ട് 13 വരെയുള്ളതായ ഭാഗം. ഗലീലയിലെ പ്രവർത്തനമാണ് 1 തൊട്ട് 14 തൊട്ട് 6:29 വരെ കാണിക്കുന്നത്. ഗലീലയിലെ പുറത്തുള്ള പ്രവർത്തനത്തെ കുറിച്ച് നോക്കുമ്പോൾ 6:30 തൊട്ട് 9:50 വരെയുള്ളതായ ഭാഗങ്ങളിൽ നമുക്ക് കാണാം. അപ്പൊ യേശുവിന്റെ പരസ്യശുശ്രൂഷ, ഗലീലയിലെ പ്രവർത്തനം, ഗലീലയ്ക്ക് പുറത്തുള്ള പ്രവർത്തനം, പിന്നെ യെരുശലേമിലെ പ്രവർത്തനത്തെ കുറിച്ച് 10-ാം അധ്യായത്തിൽ തൊട്ട് 14-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം വരെ കാണാം. പിന്നെ ലാസ്റ്റ് യെരുശലേമിലുണ്ടായിരുന്ന കഷ്ടാനുഭവവും മരണവും പുനരുദ്ധാനവും ഒക്കെ 14-ാമത്തെ അധ്യായത്തിന്റെ 32 തൊട്ട് 16-ാമത്തെ അധ്യായത്തിന്റെ ലാസ്റ്റ് വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം മർക്കോസിന്റെ സുവിശേഷം അതുപോലെ 5 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് ഇതുപോലെ തന്നെ 5 പാർട്ടായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. 1-ാമത് യേശു ക്രിസ്തു ആരെന്നും ജനനവും ഒക്കെയാണ് 1-ാമത്തെ അധ്യായത്തിന്റെ 1 തൊട്ട് 2-ാമത്തെ അധ്യായത്തിന്റെ അവസാനം വരെയുള്ളതായ ഭാഗങ്ങൾ കാണുന്നത്. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാര്യം 3:1 തൊട്ട് 4:13 വരെ. പിന്നെ 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഗലീലായിലെ പ്രവർത്തനമാണ്. 4:14 തൊട്ട് 9:50 വരെ ഗലീലായിലെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നത്. പിന്നെ യഹൂദ്യയിലെയും യെരുശലേമിലെ പ്രവർത്തനത്തെ കുറിച്ചാണ് 9:51 തൊട്ട് 22:38 വരെ പറയുന്നത്. യഹൂദ്യയിലെയും യെരുശലേമിലെ പ്രവർത്തനം. പിന്നെ ലാസ്റ്റ് പറഞ്ഞു വരുമ്പോൾ യെരുശലേമിൽ വെച്ചുള്ളതായ കഷ്ടാനുഭവവും മരണവും പുനരുദ്ധാനവും
22-ന്റെ 31 തൊട്ട് 24-ന്റെ ലാസ്റ്റ് വരെയുള്ള ഭാഗം. ഇതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴോ ലാസ്റ്റ് സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം അതിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യമാണ് 1-ാമത്തെ അധ്യായത്തിന്റെ 1 തൊട്ട് 51 വരെയുള്ളതായ ഭാഗങ്ങളിൽ കാണുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ തന്നെ സാക്ഷ്യമായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തേത് അതിന്റെ 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് സൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തുന്ന വചനം ആണ് 2-ാമത്തെ അധ്യായം 1 തൊട്ട് 10-ാമത്തെ അധ്യായം 42 വരെയുള്ള ഭാഗങ്ങൾ. 3-ാമത്തേത് മനുഷ്യകുലത്തെ രൂപാന്തരപ്പെടുത്തുന്ന വചനമാണ് എന്നുള്ളതാണ് 11-ന്റെ 1 തൊട്ട് 17-ന്റെ 26 വരെയുള്ള ഭാഗങ്ങൾ. 4-ാമത്തേത് ലാസ്റ്റ് പാർട്ടാണ് കഷ്ടാനുഭവവും മരണവും പുനരുത്ഥാനവും. ഇത് 18-ന്റെ 1 തൊട്ട് 21-ന്റെ 25 വരെ. ഇത്രയുമാണ് ഒരു ഓർത്തിരിക്കാനായിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ. ഇനി വേറെ പല ബൈഫർക്കേഷനുണ്ട്. ഓർത്തോസ് സ്റ്റഡീസ് ബൈബിളിന്റെ ബൈഫർക്കേഷനുണ്ട്. അതുപോലെ തന്നെ വേറെ പല പല ബൈഫർക്കേഷൻ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതായ ആ ബൈഫർക്കേഷൻ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ മുമ്പേ പറഞ്ഞു ഇതുപോലെ പല ബൈഫർക്കേഷൻസ് ഉണ്ട്. ഓർത്തോസ് സ്റ്റഡീസ് ബൈബിളിന്റെ ബൈഫർക്കേഷൻ ഉണ്ട്. അതുകൂടാതെ വളരെ വേറെ വിധത്തിലുള്ളതായിട്ട് നിങ്ങൾക്ക് തപ്പിയാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുവിശേഷങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ഓർത്തിരിക്കാനായിട്ടും ഒക്കെ അവസരമുണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ സുവിശേഷ ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സുവിശേഷ പഠനം നിങ്ങളുടെ ഭാവിക്ക് പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് തന്നെ സുവിശേഷം ഒരു പഠനം എന്നുള്ളതായ ഭാഗം 1-ാമത്തെ ലെസൺ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. സുവിശേഷ ഗീതികൾ പാടാൻ യേശുവിൻ സാക്ഷികളാകാൻ ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷ ഗീതികൾ പാടാൻ യേശുവിൻ സാക്ഷികളാകാൻ ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. പരിശുദ്ധനാകുന്ന റൂഹ വന്നണഞ്ഞിടുന്ന നേരം, പരിശുദ്ധനാകുന്ന റൂഹ വന്നണഞ്ഞിടുന്ന നേരം, ശക്തി ചൈതന്യങ്ങളേറും നവജനമായി നാം മാറും. ശക്തി ചൈതന്യങ്ങളേറും നവജനമായി നാം മാറും. സുവിശേഷ ഗീതികൾ പാടാൻ യേശുവിൻ സാക്ഷികളാകാൻ ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കും.